നാദാപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിന്റെ കൊലപാതകത്തിൽ വിചാരണ കോടതി വെറുതെ വിട്ട മുസ്ലിം ലീഗ് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി. കേസിലെ 8 പ്രതികളെയാണ് ഡിവിഷൻ ബെഞ്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ 15-ന് കോടതി തീരുമാനിക്കും. അന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നാദാപുരത്ത് വർഗീയ കലാപത്തിലേക്ക് നയിച്ച കൊലപാതകമാണ് ഷിബിന്റേത്. കേസിലെ 17 പ്രതികളെയും വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവാണ് ഹൈക്കോടതി തിരുത്തിയത്. 1 മുതൽ 6 വരെ പ്രതികളായ ഇസ്മയിൽ, മുനീർ, അസ്ലാം, സിദ്ദിഖ്, മുഹമ്മദ് അനീസ്, ഷുഹൈബ്, 15, 16 പ്രതികളായ ജാസിം, സമദ്, അബ്ദുൾ സമദ് എന്നിവരെയാണ് ഡിവിഷൻ ബെഞ്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് നേരത്തെ കേസിലെ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. സർക്കാരിന്റെയും ഷിബിന്റെ കുടുംബത്തിന്റെയും അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി 8 പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് വിലയിരുത്തി. കേസിലെ മറ്റ് 9 പ്രതികളുടെ കാര്യത്തിൽ വിചാരണ കോടതി നടപടി ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഹിന്ദു മുസ്ലിം ചേരിയായി തിരിഞ്ഞുകൊണ്ട് നാദാപുരം ഏരിയയിൽ 150ഓളം വീടുകൾ അന്യോന്യം ആക്രമിക്കുന്ന രീതിയിലേക്ക് ചെന്നെത്തി. ഈ സംഭവം അതുകൂടാതെ 100 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ചു. 2015 ജനുവരി 22-നാണ് ഡിവൈഎഫ്ഐ യൂണിറ്റ് വൈസ് പ്രസിഡന്റായിരുന്ന ഷിബിനെ കൊലപ്പെടുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് തൂണേരി മേഖലയിൽ വലിയ കലാപമുണ്ടാകുന്നത്. കേസിൽ ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ 3-ാം പ്രതി അസ്ലാമിനെ 2016-ൽ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ട ശേഷമായിരുന്നു കൊലപാതകം. ഹൈക്കോടതി ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 8 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് 15-ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികൾക്ക് പറയാനുള്ളതുകൂടി കേട്ട ശേഷം ഇവർക്കുള്ള ശിക്ഷ ഹൈക്കോടതി പ്രഖ്യാപിക്കും. കൊലപാതക കുറ്റം തെളിഞ്ഞതിനാൽ ജീവപര്യന്തമാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.